മാലിന്യമുക്തം നവകേരളം ജില്ലാതല പ്രഖ്യാപനം നടത്തി. കോട്ടക്കുന്ന് DTPC ഹാളിൽ നടന്ന ചടങ്ങ് പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യത്തെ തുടച്ചു നീക്കാൻ ഇനിയും ജനകീയ പങ്കാളിത്തം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സാക്ഷരതയിലും അക്ഷയയിലും കുടുംബശ്രീയിലും ജില്ലാ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത കേരളത്തിന് വേണ്ടിയും ഈ മാതൃക നാം പിന്തുടരണം. മാലിന്യം സംസ്കരിക്കണമെന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇതിനുവേണ്ടി മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും ബോധവൽക്കരണത്തിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഹരിത കർമ്മസേനകളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ജില്ലയ്ക്ക് അഭിമാന നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും വീടുകളും സ്ഥാപനങ്ങളുമുള്ള ജില്ലയിൽ മാർച്ച് മാസത്തിൽ 10 ലക്ഷത്തിലധികം വീടുകളും സ്ഥാപനങ്ങളും ഹരിത കർമ്മസേനയ്ക്ക് ഹരിതമിത്രം ആപ്പ് വഴി പാഴ്വസ്തുക്കൾ നൽകി. ഹരിത ടൗണുകൾ 145, ഹരിത മാർക്കറ്റ് പൊതുവിടങ്ങൾ 141, ഹരിത അയൽക്കൂട്ടം 141, ഹരിത വിദ്യാലയം 1606, ഹരിത കലാലയങ്ങൾ 156, ഹരിത ഓഫീസുകൾ 5124, ഹരിത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ 13 എന്നിങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. 3489 ഹരിത കർമ്മസേന അംഗങ്ങളാണ് സജീവമായി പ്രവർത്തിക്കുന്നത്. 253 ഇടങ്ങളിലാണ് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ വേണ്ടി ക്യാമറകൾ സ്ഥാപിച്ചത്. ശുചിത്വ പദവി നിലനിർത്തുന്നതിനും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി നടപ്പിലാക്കുന്നതിനും സുസ്ഥിര സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഊർജിതമായ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തുടർന്നും നടപ്പാക്കും. ചടങ്ങിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ മികവ് പുലർത്തിയ പഞ്ചായത്ത്, നഗരസഭ, ബ്ലോക്ക്, സ്ഥാപനം, CDS എന്നിവരെ അനുമോദിച്ചു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യ പ്രഭാഷണം നടത്തി. മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസൻ ആറ്റുപുറം, തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, കലാം മാസ്റ്റർ, P സൈതലവി, G വരുൺ, പ്രീതി മേനോൻ, ലതിക, സുരേഷ്, ബീന സണ്ണി, K ശ്രീധരൻ, PS വരുൺ, ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. VK മുരളി സ്വാഗതവും PB ഷാജു നന്ദിയും പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിച്ചത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എപ്പോഴും വലിയ തലവേദനയായി നിൽക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെതിരായി വലിയ ജനകീയ പ്രക്ഷോഭം പലപ്പോഴായി രൂപപ്പെട്ടു വരാറുണ്ട്. എല്ലാവർക്കും മാലിന്യം സംസ്കരിക്കണം എന്നുണ്ട്. എന്നാൽ സംസ്കരണ പ്ലാന്റ് നമ്മുടെ ഭാഗത്ത് വേണ്ട എന്നതാണ് എല്ലാവരുടെയും നിലപാട്. അതുകൊണ്ടാണ് അതിനെതിരായി വലിയ രീതിയിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ പലപ്പോഴും ഉയർന്നു വരുന്നത്. അതിനൊക്കെ മറികടന്നാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേക താല്പര്യമെടുത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാനും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയി. തീർച്ചയായിട്ടും നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നം നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ് എന്ന സിൻഡ്രോം നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രശ്നം നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്. അത് മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പം ഉള്ളതല്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ഈ സംവിധാനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയേ പറ്റൂ. ഒരുപക്ഷെ ജനങ്ങളുടെ മുമ്പിലുള്ള ചില എക്സാമ്പിൾസ്, തെറ്റായ ചില എക്സാമ്പിൾസ്, വളരെ കാലം മുമ്പുണ്ടായ എക്സാമ്പിൾസ് കൊണ്ടായിരിക്കണം ഇത്രയധികം എതിർപ്പ് നമ്മൾക്ക് വരുന്നത്. അത് നമ്മൾ മോഡലായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ എതിർപ്പ് താരതമ്യേന കുറഞ്ഞു വരാനും നമുക്ക് സാധിക്കും. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.